ഗൈസ് നമ്മളിപ്പോൾ അമേരിക്കനിലെ ഊട്ടി ജംഗ്ഷനിലാണുള്ളത്. വണ്ടി നമ്മൾ ഊട്ടിയിലെ മാർക്കറ്റിലേക്ക് പോവാട്ടോ. ഊട്ടിയിലെ മാർക്കറ്റിലാണ് നമ്മളുള്ളത്. കുറേ പച്ചക്കറിയാണ്. പച്ചക്കറിക്കൊക്കെ വില കുറവുണ്ട് തോന്നുന്നു അല്ലേ? ഐ തിങ്ക് പച്ചക്കറിക്കൊക്കെ വില കുറവുണ്ട് തോന്നുന്നു. നമ്മൾ നോക്കിയാൽ ഇവിടെ തന്നെ കൃഷി ചെയ്യണ സംഭവം അല്ലേ? അല്ല, നമ്മളിപ്പം കുറേ ആൾക്കാരുണ്ട്. നമ്മൾ രണ്ടാൾ മാത്രമായി, ബാക്കിയുള്ളവരൊന്നും കാണാനില്ല ഗൈസ്. അവർ ഈ മാർക്കറ്റിന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. സംഭവം മറ്റേ കോഴിക്കോട് മുട്ടായി തെരുവിലൊക്കെ പോയ മാതിരി അല്ലേ? മുട്ടായി തെരുവ് പോയാൽ കുറേ തുണിയും സാധനങ്ങളും കുറേ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫുള്ള് പച്ചക്കറി ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. അത് അട്ടിക്ക് വെച്ചിക്കാണ്. നമുക്ക് എന്താണ് കയറ്റമുണ്ട്. ഈ വെളുത്തുള്ളിന് മാത്രമായിട്ടുള്ള സെറ്റപ്പ് അങ്ങനെ അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറയും. ചിലപ്പോൾ അടി കിട്ടും. ഓക്കെ, നമ്മളെ മാർക്കറ്റിൽ ഇത് കണ്ടുപിടിക്കണം. കാരണം അതൊക്കെ ഫുള്ള് ഫ്രഷ് വൃത്തിയിൽ വെച്ചിരിക്കണം. ഫുട്പാത്തിൽ ഇട്ടുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇത് മുട്ടയുടെ മാത്രം മാർക്കറ്റാണ്. പ്രോട്ടീനൊക്കെ ആവശ്യമുള്ളത്. നമ്മുടെ നാട്ടില് എഗ്ഗിന് ഇപ്പൊ 8 രൂപ അയക്കണ്. ഇവിടെ എത്ര രൂപ ചോദിച്ചേക്കാം നമുക്ക്? എത്രടാ ഇവിടെ? അല്ല, ഇപ്പൊ നാട്ടിൽ 8 രൂപ അയക്കണല്ലോ മുട്ടയ്ക്ക്. ഇവിടെ എത്ര? 6 രൂപ 20 പൈസ. ഇല്ലല്ലേ? ഓക്കെ. അല്ല, ഇപ്പൊ നോർമലായിട്ട് കോഴി കൂടുതലുള്ള എവിടെയാണ്? കോഴിക്കോടിലാ? എമ്മാരി സാധനം നോനടിക്കും. കോഴി കൂടുതലുള്ള കോഴിക്കോട്ടിലാത്ര. മാർക്കറ്റ് കഴിഞ്ഞാ അത്ര പെട്ടെന്നോ നടന്നു കഴിഞ്ഞ്? എനിക്ക് എന്തൊക്കെ സാധനം വാങ്ങണം തന്നെയല്ല കാണാൻ. ആ സംഭവം കൊള്ളാട്ടെ. നാട്ടിൽ കിട്ടും. തണുപ്പും കൊണ്ട് വളാഞ്ചേരിത്തെ അത്രേ കുറച്ചിട്ട് സാധനം ഇവിടുന്ന് കിട്ടുക. അത് നിങ്ങൾ പറയും. നമ്മളെ വളാഞ്ചേരി അങ്ങാടി പൈസ ഇവിടുന്ന് കിട്ടൂല. ആ എന്ത് പറയാ അല്ലേ? പച്ചക്കറി ആയാലും തുണി ആയാലും എന്തായാലും പതപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇതോ ഈ പോപ്പാണ്. പൊതപ്പാ ചെറുതിടുന്നല്ലേ? വണ്ടിമ്മ ഇരിക്കാന് പില്ലോ ആ എടുക്കൂലേ? എങ്ങനത്തെ പില്ലോ? ആ പില്ലോ എടുക്കൂല. ഈ പില്ലി നടക്കൂല. അല്ല, ഇതിപ്പോ വന്ന വഴി ഓർമ്മ ഉണ്ടോ? വന്ന വഴി മറക്കും അല്ലേ? മറ്റേ ചെക്കൻ പറഞ്ഞ മാതിരി വന്ന വഴി മറക്കരുത് പറയാം. പക്ഷെ വന്ന വഴി മറന്നു ഇപ്പൊ എന്താ ചെയ്യാ? മാർക്കറ്റിനെ കുറിച്ച് എന്താ പറയാ? മാർക്കറ്റ് തിരക്ക് കുറവാട്ടാ. അത്രയൊന്നും തിരക്ക് പോരാ. ആള് കുറവാണ്. തിരക്ക് കുറച്ചുണ്ടാവുക. അതെ നേരെ പെരേരല്ലേ തിരക്ക് കൂടുതൽ. ഒരൊച്ച രാവിലെ പണിക്ക് കൊള്ളാം. മാർക്കറ്റിന്റെ ഒച്ച ബഹളം അങ്ങനത്തെ പണിയുണ്ടോ? കത്തി അല്ല ചരക്ക് കട. നമ്മളെ കൂട്ടത്തില് സായിപ്പാണ് പോണ്. സൂം ചെയ്തിട്ടാ കത്തി. നമ്മളെ കൂട്ടത്തിലെ സായിപ്പാണ് പോണ്. കോർഡിനേറ്റർ കണ്ടാ? സായിപ്പിന് എന്തോ നോക്കുന്നുണ്ട്. ഇപ്പൊ ഇതല്ല മറ്റേ കട്ടിലിട്ടിട്ട് ചൈനീസാരം നമ്മള് കോർഡിനേറ്റർ വന്ന വഴി എന്താ പറയാ വന്ന വഴി ഇറങ്ങിയാല് വന്ന വഴി കിട്ടി. കമോൺ കിട്ടിയാ? കണ്ണട ചേർണം. ആ ലാസ്റ്റ് നമ്മള് പച്ചക്കറി മാർക്കറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. 26 രൂപ സ്നേഹം മാത്രം കൊണ്ടുപോയാൽ മതി. ക്യാരറ്റ് അല്ലേ ഇത്? എന്ത് മുള്ളങ്കിയാ? ചീരല്ലേ? നമ്മളെ ചീര മറ്റേ ഇതുണ്ടാക്കണേ അതേമാതിരി ഉണ്ടാക്കി സാധനം. അത് എനിക്കറിയോ? ഇത് അറിയുന്നത് അതാണ് അവര് പറഞ്ഞത്. അല്ല, ഇതിപ്പോ എന്തിനത് അച്ചാറിടാനോ? ശരി, പെരക്കാണ്ട് വരുമോ? ഇത് പഠിച്ചത് ഇത് ഒറ്റയ്ക്ക് തിന്നാൻ പറ്റില്ല. ഏത്? ആ കാബേജിന്റെ വലിപ്പം സൂം ചെയ്ത് കാണിച്ചു നോക്കാം. ആ കാണുന്നു ക്യാബേജ് ചെറിയ ക്യാബേജ്. ഷെൽഫിൽ ചക്ക ഉണ്ട്. കമോൺ
നമ്മുടെ നാട്ടിൽ സുലഭമായി നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനം ഇവിടെ ഷെൽഫിലെ കയറ്റി വിൽക്കുന്നു. ഇത് എവള് കാക്കിലോന് 50 രൂപ കൊറേ പ്ലാവ് ഉണ്ടായിരുന്നു വീട്ടില്. ഇപ്പൊ പ്ലാവൊക്കെ വെട്ടി ചെറിയ എന്നാലും അപ്പുറത്ത് നമുക്ക് കിട്ടും ചക്ക. ഇതാണ് ഇതെന്താ അറിയോ, ഇത് ശർക്കര ഇട്ട് ശർക്കര ഉണ്ടാക്കും. ഇതും ശർക്കര ഉണ്ടാക്കും. കരിമ്പ് മൂത്തതും ഫിൽറ്റർ ചെയ്തതും ഫിൽറ്റർ ചെയ്യാത്തതിന് 70 രൂപ. ഇതാണ് ഫിൽറ്റർ ചെയ്യാത്തത് വരുന്നത്. ഇതാ ടേസ്റ്റ് ഇതാണ്. ഇത് ഫിൽറ്റർ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇതിന്റെ കളർ ഡിഫറൻസ്. 270 രൂപ തന്നെയാണ് ഇവിടെ. അപ്പൊ അത് വേണ്ട, മറ്റേ വേണ്ട. ഓക്കെ.